നല്ല മൂവിയായിരുന്നു. ഒരു മസാല മൂവി എന്ന് പറയാം. എല്ലാ എലമെന്റ്സും ഉള്ള നല്ലൊരു മൂവിയായിരുന്നു. കുഴപ്പമില്ല. ഒരു എന്താ പറയുക, ഒരു പഴയ മുകേഷ് ജഗദീഷ് സിനിമകളൊക്കെ അല്ലേ, ആ ഒരു മോഡാണ്. ഒരു ഗ്രാമീണത പേടിപ്പെടുത്തുന്ന സീൻസ് ഒന്ന് രണ്ടെണ്ണമൊക്കെ നന്നായിട്ടുണ്ട്. ഇന്റർവെൽ സീനും പിന്നെ ലാസ്റ്റിൽ ഒന്ന് രണ്ട് സീനൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അതേപോലെ സൈജി കുറിപ്പ് ഇതിൽ ചെയ്തകൾ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളാണ്. ഒരു കംപ്ലീറ്റ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയാണ് ഇത് സുമതി വളവ്. വൺ ടൈം വാച്ച് മൂവി. നമുക്ക് ഒരു ഹൊറർ മൂഡൊരു പടം. പിന്നെ ഗോകുൽ നന്നായിട്ടുണ്ട്, നമ്മുടെ ഗോകുൽ സുരേഷ് ഗോപി നന്നായിട്ടുണ്ട്. പിന്നെ അർജുൻ അശോകനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് മുകേഷിൻ്റെ മകനൊക്കെ ഇച്ചിരി കൂടെ ഒന്ന് തെളിയാനുണ്ട് കേട്ടോ. ഒരു വൺ ടൈം വാച്ച് മൂവി, കുഴപ്പമൊന്നുമില്ല. ആവറേജ്. എന്തോ സിദ്ധാർത്ഥ് ഭരതനും കുഴപ്പമില്ല. സിദ്ധാർത്ഥ് ഭരതന് പുള്ളിക്ക് നല്ല പരിചയമുണ്ടല്ലോ, പുള്ളിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ. അത് പുള്ളി നന്നായിട്ടുണ്ട്. ഗോകുൽ സുരേഷ് നന്നായിട്ടുണ്ട്. നമ്മുടെ അർജുൻ അശോകൻ നന്നായിട്ടുണ്ട്. അല്ല ഇന്റർവെൽ സീനൊക്കെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. BGM ഒക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവർ ഒന്ന് വൺ ടൈം വാച്ച് കാണാം, കുഴപ്പമില്ല. ഒരു ഹൊറർ മൂവി, കുഴപ്പമില്ല. നല്ല മൂവിയായിരുന്നു. ഒരു മസാല മൂവി എന്ന് പറയാം. എല്ലാ എലമെന്റ്സും ഉള്ള നല്ലൊരു മൂവിയായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും. ചില സ്ഥലങ്ങളിൽ അതൊരു ത്രൂ ഔട്ട് ഹൊറർ എലമെന്റ് ഉള്ള മൂവി അല്ല, പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. ഒരു എന്താ പറയുക, ഒരു പഴയ മുകേഷ് ജഗദീഷ് സിനിമകളൊക്കെ അല്ലേ, ആ ഒരു മോഡാണ്. ഒരു ഗ്രാമീണത പേടിപ്പെടുത്തുന്ന സീൻസ് ഒന്ന് രണ്ടെണ്ണമൊക്കെ നന്നായിട്ടുണ്ട്. ഇന്റർവെൽ സീനും പിന്നെ ലാസ്റ്റിൽ ഒന്ന് രണ്ട് സീനൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു വലിയ ഹൊറർ പടം എന്നൊന്നും പറയാനില്ല, എല്ലാ എലിമെന്റ്സും ഉണ്ട്. എന്ന് വെച്ചാൽ കോമഡിയും കുറേ പാട്ടുകളുണ്ട്. പിന്നെ കാണാനുള്ള വിഷ്വൽസ് ഒക്കെ നല്ല രസമുണ്ട്. പഴയ പാട്ട് കുറച്ച് കൂടുതലാണ്. ആ പാട്ടൊന്നും അത്ര നമുക്ക് ഒരു ഓർത്തിരിക്കാൻ പറ്റുന്ന പാട്ടുകൾ കുറവാണ് മൊത്തത്തിൽ. പക്ഷെ ഒരു എന്താ പറയുക, ഒരു എബവ് ആവറേജ് പടം തന്നെയാണ്. തിയേറ്ററിൽ കാണാൻ രസമുള്ളൊരു പടമാണ്. OTT-യിൽ എങ്ങനത്തോളം വരുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ തിയേറ്ററാണ് കുറച്ചുകൂടിയും രസം ഉണ്ടാവും. ബാലവർഗീസ് ഇവർ രണ്ടുപേരും മെയിനായിട്ട് വന്നത്. പിന്നെ അതേപോലെ തന്നെ സൈജി കുറിപ്പൊക്കെ നല്ല ഗംഭീര റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാമ കുറേ നാൾക്ക് ശേഷം മലയാളത്തിലേക്ക് ഒരു സിനിമയാണെന്ന് തോന്നുന്നു. ബാമയൊക്കെ ബാമയ്ക്ക് അത്ര റോളെന്ന് പറയാൻ എന്തായാലും ബാമയുണ്ട്. പിന്നെ അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനൊക്കെ നല്ല രസമായിട്ട് ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സൈജി കുറിപ്പ് ഇതിൽ ചെയ്തകൾ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളാണ്. ഒരു കംപ്ലീറ്റ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയാണ് ഇത് സുമതി വളവ്. പിന്നെ അതെ ഹൊറർ ജോണം. പേടിയാവണ്ടെന്ന് വെച്ചാൽ എനിക്ക് സുമതി വളവിനെ കുറിച്ച് കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ അറിയില്ല, അതുകൊണ്ട് എനിക്ക് അത്ര പേടിയായിട്ട് തോന്നിയില്ല. എന്തായാലും ഹൊറർ ജോണറിലുണ്ട് സംഭവം. നമുക്ക് ഒരു ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സംഭവം ഉണ്ട്. എന്തായാലും കൊള്ളാം, തിയേറ്റർ വാച്ചബിളാണ്. ഇല്ല, സിദ്ധാർത്ഥ ഭരതന് അങ്ങനെ തോന്നില്ല. പക്ഷേ പുള്ളി ഗംഭീരമായിട്ട്, അതായത് ആ റോളിന് ഒരു ഇതായിട്ട് തോന്നിയില്ല. കാരണം സിദ്ധാർത്ഥ ഭരതനായാലും അതേപോലെ തന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും, എനിക്ക് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയല്ല, കാരണം എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ ഭരതനൊക്കെ പുള്ളിയുടെ ഒരു സാമ്യ അതാണ് ചെയ്തത്. പക്ഷേ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കോമഡി ആയിട്ടും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സീരിയസ് ആവേണ്ടടുത്ത് സീരിയസ് ആയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. സ്ക്രീനിൽ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒരു ഹൊറർ ടൈപ്പിൽ കുറേ കാലം ഒരു ഹൊറർ ടൈപ്പ് വന്നിട്ട് കുറേ കാലമായി ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. അത് നികത്താൻ സുമതി വളവിന് തീർച്ചയായിട്ടും പറ്റും. കാരണം അത് അങ്ങനെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. രണ്ടുണ്ട്. കാരണം സുമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൊറർ ടൈപ്പ് പറഞ്ഞാൽ നമ്മൾ പേടിക്കാനേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിൽ ചിരിക്കാനുണ്ട്, ഹൊററും ഉണ്ട്. ഹൊറർ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഒരുപാട് ഹൊറർ സീനുകൾ പോകുന്നുണ്ട്. ആൻഡ് ഓൾസോ കോമഡി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാടിൻ്റെ കോമഡി ലൈക്ക് മാത്രമല്ല കാലഘട്ടം. അജയ് മങ്ങാട് സാർ ആർട്ട് ചെയ്തേക്കുന്നത് ആർട്ട് പക്ക ഒരു 90s ലെവലെല്ലാം. എന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചൊരു പോസ്റ്റ് പോലും കറക്റ്റ് ആ 90s വെച്ചേക്കുന്നത്. വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ സിനിമ കാണണം. അതിൽ ആർട്ട് വർക്കൊക്കെ ഗംഭീരമാണ്. കാരണം നമുക്കൊരു പോയിന്റ് പോലും മോശമാണെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അത്രയും വളരെ ഭംഗിയായിട്ട് എടുക്കാൻ പറ്റിയത് തന്നെയാണ് അവരുടെ ഈ ഒരു സിനിമയിൽ ഏറ്റവും വലിയ വിജയമായിട്ട് തോന്നുന്നത്. പറയാനല്ല, പേടി എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന ടോട്ടലി നമ്മൾ എൻഗേജ്ഡ് എന്ന് പറഞ്ഞല്ലേ. അല്ല, ഒരു മൂവി ഫുള്ള് നമ്മൾ എൻഗേജ്ഡ്. അതായത് കോമഡി ആണെങ്കിലും ആ ഹൊറർ ലെവലാണെങ്കിലും എല്ലാം കൊണ്ടും നല്ല സൂപ്പർ മൂവിയാണ്. ഒന്നും പറയാനല്ല, അടിപൊളി പടം. നമ്മൾ ടോട്ടലി എൻഗേജ്ഡ് ആണ്. ഒട്ടും ലാഗമൊന്നുമില്ല പടത്തിൽ. നല്ല കോമഡി ആയാലും എല്ലാം കൊണ്ടും ആസ്വദിച്ച് കാണാം. അതിലെല്ലാം ഒരു തികഞ്ഞൊരു മൂവിയാണത്. അതായത് ഫാമിലി ലെവലിലാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും റൊമാൻറ്റിക് കോമഡി ആക്ഷൻ ഡ്രാമ എന്ന് പറയില്ലേ, അതുപോലെ എല്ലാം അടങ്ങിയിട്ടുള്ളൊരു മൂവിയാണ്. കാരണം സുമതി വളവ് എന്ന് പറഞ്ഞാൽ ഒരു ഹൊററിന് മാത്രമല്ല പടം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. എല്ലാം കൊണ്ടും എല്ലാം ഉണ്ട്. റൊമാൻറ്റിക് ആണെങ്കിലും ഒരു കോമഡി ആണെങ്കിലും എല്ലാം അടങ്ങിയ നല്ലൊരു മൂവി.
സൂപ്പറാണ്, അടിപൊളി. ആണെങ്കിലും അതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും BGM ആണെങ്കിലും പാട്ടുകളൊക്കെ ആണെങ്കിലും നമുക്ക് മനസ്സിൽ നിന്ന് പോകില്ല. അപ്പോൾ ഒരു പ്രേതപ്പടം കാണാനായിട്ട് ഭയങ്കര പേടിച്ച് തിയേറ്ററിൽ ചെന്നിരുന്നാലും അതിൽ കുറച്ച് കോമഡി കൊച്ചു കുട്ടികൾക്കൊക്കെ വന്നിരുന്ന നല്ല ഗംഭീരമായിട്ട് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമയാണ് സുമതി വളവ്. അപ്പോൾ എല്ലാവരും കാണണം. പിന്നെ നമ്മളും ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഭാഗമായിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വന്ന് സിനിമ കാണുക, ഗംഭീരമാക്കുക. പിന്നെ ഡയറക്ഷൻ ഒരു രക്ഷയില്ലാത്ത ഭയങ്കര ഡയറക്ഷൻ, എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം, ക്യാമറ വർക്കൊക്കെ ഗംഭീരം, ലൊക്കേഷനൊക്കെ അടിപൊളി, എന്തായാലും വളരെ ഗംഭീരം. എല്ലാവരും വന്ന് സിനിമ കാണുക, സുമതി വളവ് നല്ല വിജയമാക്കുക. പേടിച്ചില്ലായിരുന്നു, പക്ഷെ എന്നാലും ഞങ്ങൾ രാത്രി 12 മണിക്കാണ് പോയേ. അപ്പം ഉള്ളൊരു പേടി അതുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്.